ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് കിടക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മഗ് അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഡെക്കർ ഐറ്റം നിങ്ങളൊന്ന് വിചാരിക്കുക. പക്ഷെ വിചാരിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെറാമിക് ആയിട്ടുള്ള പാത്രങ്ങൾ വിചാരിക്കുക, വേറൊന്നുമല്ല. അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നേരത്തെ കൂട്ടി പറഞ്ഞിരിക്കുന്നു, സെറാമിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു ദിവസം അബദ്ധത്തിൽ ആ സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിലത്ത് വീഴോ അല്ലെങ്കിൽ എവിടെയൊക്കെയോ തട്ടിയിട്ട് ചെറിയതായിട്ട് അതിനൊരു പൊട്ടൽ വന്നു. ചളുക്കോ പിളുക്കോ ഒന്നും പൊട്ടിയിട്ടില്ല, എവിടെയൊക്കെയോ ചെറിയൊരു പൊട്ടൽ വന്നു. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ പ്രത്യേകിച്ചും മലയാളികൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിനുള്ളിൽ പൊട്ടിയ പാത്രങ്ങൾ പിന്നെ കണ്ണാടി സംഭവങ്ങളൊന്നും വെക്കാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ എടുത്തിട്ട് വെളിയിൽ കളയും. പക്ഷെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ കിൻസുഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം നിങ്ങൾ തമ്മിൽ കണ്ടുവല്ലോ. അതെന്താണെന്നറിയാമോ? ഈ ജപ്പാൻകാരാണ് നമ്മുടെ സ്ഥാനത്തെങ്കിൽ ഉണ്ടല്ലോ, അവർ ചെയ്യുക, അവരുടെ കയ്യിൽ ഗോൾഡൻ സിൽവർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പശയുണ്ട്. ഇവർ ഈ പശ വെച്ചിട്ട് ആ സാധനം ഒട്ടിച്ചിട്ട് അവർ പിന്നെയും യൂസ് ആക്കും. അവർ പൊതുവെ ഒരു സാധനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഊറ്റിയെടുക്കുന്നവരെ യൂസ് ആക്കുന്ന ഒരു കാറ്റഗറി പീപ്പിൾസാണ്. അതുകൊണ്ട് ഇവർ ഈ ഒരു സാധനം ഒട്ടിച്ചു വെക്കും. ഗോൾഡനും സിൽവറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പശയിന്ന് ഒരു വെള്ള കളർ മഗ് ഇതുപോലെ എന്തെങ്കിലും ഒരു വിള്ളൽ വീണിട്ട് ആ വിള്ളൽ ഇവർ ഈ ഗോൾഡൻ അല്ലെങ്കിൽ നമ്മുടെ സിൽവർ മിക്സുള്ള പശ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ എങ്ങനെയിരിക്കും? ആ വിള്ളൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പ്രൊജക്റ്റ് ചെയ്യുന്നത് വെറുമല്ല, ഗോൾഡൻ സിൽവർ ആയിട്ടുള്ള കുറച്ചും കൂടെ തിളക്കത്തിലായിരിക്കും ആ സംഭവം നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു സംഭവത്തിൽ കൂടെ അവർ നമുക്ക് പറയുന്ന മെസ്സേജ് എന്താണെന്നറിയോ? കുറവുകളെ സ്നേഹിക്കാൻ പഠിക്കാം. അതായത് നമ്മളൊരു സംഭവം ചിലപ്പോൾ ഇതുപോലെ ഒട്ടിക്കും. നമ്മൾ ഒട്ടിക്കുന്നത് എന്തിനാണ്? അത് പൊട്ടിട്ടുണ്ടെന്ന് വേറൊരാൾ മനസ്സിലാകാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും നമ്മളൊരു സംഭവം ഒട്ടിച്ച് ശരിയാക്കുന്നത്. ഇവന്മാർ പൊട്ടി, പക്ഷെ ഞാനതിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഞാനതിനെ കൂട്ടിച്ചേർത്തു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഗോൾഡനും സിൽവറും മിക്സ് ചെയ്തിട്ടുള്ള പശ വെച്ചിട്ട് ഇവർ ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഉണ്ടല്ലോ, ഞാനടക്കം സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് പേഴ്സണലി എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ വീടിന് അത്ര ഭംഗിയുള്ളതൊന്നും ആയിരിക്കില്ല. എന്താ പറയുക, ഡെക്കർ ഐറ്റംസ് ഒക്കെ ഭയങ്കര കുറവാണ്, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൾഗറായിട്ട് അല്ലെങ്കിൽ കുറച്ച് മോശപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരാളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി മടിയാണ്. അത് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഈ ഒരു തോട്ട് നേരെ വിപരീതമാണ് പറയുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക, ഇങ്ങനെ മറച്ചു പിടിക്കാതെ അതിനെ കൂടുതൽ സ്നേഹിക്കാനാണ് പറയുക. ഞാനിപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന 2 പേരുണ്ട് നമ്മുടെ യൂട്യൂബിൽ. നമ്മുടെ ഗ്ലാമി ഗംഗ, അതുപോലെ ഇച്ചാപ്പി. ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അത് തന്നെയാണ്, എനിക്കറിയില്ല കേട്ടോ. ഗ്ലാമി ഗംഗയും ഇച്ചാപ്പി. ഇവരുടെ ഫസ്റ്റത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലും ഗ്ലാമി ഗംഗയുടെ വീഡിയോസാണ് കേട്ടോ ഞാൻ കാണാറുള്ളത്. ആളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് അനുഭവിച്ച് വന്നിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീട്, പിന്നെ ആൾ ഈവൻ നൈറ്റിലൊക്കെ വന്നിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആളുടെ ട്രേഡ് മാർക്ക് ആയിരിക്കാം, വോട്ട് എവർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവൾക്ക് ഒരുപാട് കുറവുകൾ അന്നുണ്ടായിരുന്നു. അവർക്ക് പൈസ ഉണ്ടായിരുന്നില്ല, വാടക വീട്, പൊട്ടിപ്പൊളഞ്ഞൊരു വീട്, ഒരുപാട് ഡ്രസ്സുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആള് വീഡിയോയിൽ, അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഇപ്പോൾ ആൾക്ക് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരൊക്കെ അതിരുന്ന് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവൾക്ക് അതിലൊരു മടിയില്ലാണ്ട് അതൊക്കെ തൻ്റെ കുറവുകളാണെങ്കിൽ പോലും അവളത് സൊസൈറ്റിക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ മടി കാണിച്ചില്ല. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾ ഇന്നൊരു ലെവൽ എത്തിയിട്ടുള്ളത്. ഇന്ന് ആളുടെ ലൈഫൊക്കെ കാണുമ്പോൾ സീരിയസ്ലി എനിക്ക് തന്നെ കൊതി വരാറുണ്ട്. അപ്പോൾ അന്ന് അവർ എന്താ പറയുക, എൻ്റെ വീട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതാണ്, എനിക്കൊരു വീഡിയോ ചെയ്യാൻ പാകത്തിനായിട്ടുള്ള സാധനങ്ങളൊന്നും എനിക്കില്ല, നല്ല ഡ്രസ്സില്ല, പിന്നെ വീടൊക്കെ അലമ്പാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് വീഡിയോ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ആൾക്കുള്ള ഒരു കുറവുകൾ ആൾ മറ്റൊരാളുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ മടി കാണിക്കാതെ എല്ലാം തുറന്ന് കാണിച്ച് അങ്ങനെയൊക്കെ വന്നത് കൊണ്ടായിരിക്കാം മേ ബി ആൾക്ക് ഇന്ന് സക്സസ് ആവാൻ പറ്റിയത്. ഞാൻ ഡിഗ്രി പഠിച്ചത് നമ്മുടെ പൊങ്ങത്തുള്ള നൈപുണ്യ കോളേജിലാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്.
അത് പ്രൈവറ്റ് കോളേജാണ്. എന്നിരുന്ന് എനിക്ക് +2 മാർക്കില്ല എന്നിട്ടല്ല. എൻ്റെ ചേട്ടൻ അതുപോലെ തന്നെ എൻ്റെ കസിൻ ചേട്ടനൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സൂപ്പർ കോളേജാണ്, നമുക്ക് ലാംഗ്വേജ് ഒക്കെ ഉണ്ടാവും, ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി എന്നെ ചേർത്തതാണ് കേട്ടോ. കോളേജൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ അവിടെ ഭയങ്കര കാശുള്ള ആൾക്കാരുടെ മക്കളൊക്കെയാണ് കൂടുതലും പഠിക്കുന്നത്. വലിയ വലിയ ബിസിനസ് അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാരുടെ മക്കളൊക്കെയാണ് കൂടുതൽ പഠിക്കണേ. ഞാൻ അത്ര പണക്കാരിയൊന്നുമല്ല, ഞാൻ സീരിയസ്ലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അന്നൊക്കെ എനിക്കുണ്ടായിരുന്ന ഒരു ചിന്ത ഇത് തന്നെയായിരുന്നു, നമുക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ നമുക്ക് കളർ ഡ്രസ്സ് ഇടണം. അപ്പോൾ എല്ലാവരും നല്ല കുറേ പൈസയുള്ള ടീംസ് ഉണ്ട്, കുറച്ച് നമ്മുടെ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭയങ്കര പൈസയുള്ള ആൾക്കാർ എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാ ബുധനാഴ്ചയും ഇതുപോലെ വെറൈറ്റി ഡ്രസ്സൊക്കെ എല്ലാ ബുധനാഴ്ച അവർക്ക് പുതിയ ഡ്രസ്സായിരിക്കും. എല്ലാ ബുധനാഴ്ചയും പുതിയ ഡ്രസ്സ് എടുത്ത് തരാൻ പാകത്തിനുള്ള പൈസയൊന്നും എൻ്റെ അപ്പൻ്റെ കയ്യിലില്ല. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ശരിക്കും എനിക്ക് ബുധനാഴ്ച എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എന്നിരുന്ന് എനിക്ക് അത്ര പൊട്ടിപ്പൊളിഞ്ഞ ഡ്രസ്സ് ഉണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷേ നോക്കുമ്പോൾ വേറെ കുറേ പിള്ളേർ എല്ലാ ബുധനാഴ്ചയും പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരും. അപ്പം അന്നൊക്കെ പഠിക്കുന്നവരായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പണക്കാരി കൊച്ചിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ വീട്ടിലോട്ടേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ചമ്മൽ തോന്നാറുണ്ട്. കാരണം അവരുടെ വീടെന്ന് പറയുമ്പോൾ ഫുൾ ലക്ഷറി ആയിരിക്കും, നമ്മളുടെയൊക്കെ ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ വീട്. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ, അല്ലാത്തവരൊന്നും എൻ്റെ വീട്ടിൽ വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എന്തൊക്കെയോ കുറവുകളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്, ഓക്കെ അവരൊക്കെ ഭയങ്കര പണക്കാരാണ്, അവർക്ക് എല്ലാ ദിവസവും പുതിയ ഡ്രസ്സ്, അവരുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ ലക്ഷറി ഐറ്റംസും ഉണ്ട്, എനിക്കതൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് അവരെൻ്റെ വീട്ടിൽ വരണ്ട, അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ കൂടുതൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അത് എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പനുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണത്, എന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് തരണതൊക്കെ എൻ്റെ അപ്പന്മാരാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അവരുടെ വീട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെർവൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ അപ്പനും അമ്മനും ആയിരിക്കില്ല അവരുടെ കാര്യങ്ങൾ നോക്കണത്. അവർക്ക് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് അവരുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് തരണത് അവരുടെ വീട്ടിലുള്ള സർവൻസ് ആയിരിക്കും. നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഒരു ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരുടെ സ്നേഹം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വീട്ടിലുള്ള സർവൻസ് തരുമ്പോൾ കിട്ടത്തില്ല. അതാണ് ഡിഫറൻസ്. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞു വീടാണ്, മറ്റൊരാൾക്ക് വലിയ വീടാണ്, നമ്മുടെ വീട് പൊട്ടിപ്പൊളിഞ്ഞതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ വലിയ വീട്ടിലുള്ള ആൾക്കാരെക്കാട്ടിലും ഒരുപാട് സ്നേഹത്തിലും സന്തോഷത്തിലായിരിക്കും ഒരു കുഞ്ഞു വീട്ടിലുള്ള നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണില്ല. ചിലയിടത്തൊക്കെ ഈ പുറം മൂടി മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിലൊക്കെ ഉണ്ടല്ലോ, ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണ്ടായിരിക്കില്ല. അവരുടെ തിരക്കുകളും കാരണങ്ങളും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്താ, ഓക്കെ അവർ ഭയങ്കര അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത്, അവർക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്, വലിയ വീട്, ദിവസം പുതിയ ഡ്രസ്സ്. പക്ഷെ അവർ ഉള്ളിൻ്റെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അവരായിരിക്കില്ല. അതിനെക്കാട്ടിലും ഡബിൾ ഹാപ്പിയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടായിരിക്കുക. കുറവുകൾ മറച്ചു പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കുഞ്ഞു പ്രശ്നങ്ങളും നാട്ടുകാരോട് പോയി പറയാനല്ലോ ഞാൻ ഉദ്ദേശിച്ച്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ മനഃപൂർവ്വം ഇപ്പോൾ മറ്റൊരാൾക്ക് ഇല്ലാത്ത എന്തൊക്കെയോ മറ്റൊരാൾക്കുള്ള സംഭവങ്ങൾ നമുക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾക്ക് ഒരു ചളിപ്പം സംഭവങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. ആ സാധനമൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുപോയിട്ട് കൊട്ടിഘോഷിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ നമുക്കുള്ളത് എന്താണോ അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതുണ്ടെങ്കിലും നമുക്കുള്ള പലതും അവർക്ക് ഉണ്ടായിരിക്കില്ല. അതായത് രമണ മനസ്സിലായല്ലോ അല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ടാറ്റാ.